ഹായ് നമസ്കാരം ഫാസിലാണ്. എല്ലാവരും പറയുന്നതാണ് ഈ പേരക്ക നല്ല രീതിയിൽ പൂവിടുന്നുണ്ട്, പക്ഷെ പൂവ് കായ് ആകുമ്പോഴത്തേക്ക് കൊഴിഞ്ഞു പോകണം, ഒരു കായ് പോലും കിട്ടുന്നില്ല. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൂവ് കൊയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഫംഗൽ ഇൻഫെക്ഷൻ ആട്ടോ. വെച്ചാൽ ഈ മഴ പെയ്യുന്ന ടൈമിൽ ഈ തണ്ടുണ്ടല്ലോ, ഈ തണ്ടിന്റെ മേലെ വെള്ളം നിന്നിട്ട് അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഇത് കൊഴിഞ്ഞു പോകും. അതേപോലെ മൂഞ്ഞ എലിമുട്ട അങ്ങനത്തെ ഒക്കെ ശല്യം വരുമ്പോൾ ഇവിടെയൊക്കെ അതിന്റെ കൂട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചില ഈ വെള്ള പൂപ്പൽ പോലെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ തണ്ട് കൊഴിഞ്ഞു പോകും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഇത് തണ്ടിന്റെ അവിടെ കറുത്ത് കിടക്കുന്ന കണ്ടില്ലേ, അപ്പൊ അവിടെ ചീഞ്ഞു പോയിട്ടാണ് ഇത് കൊഴിഞ്ഞു പോകുന്നത് കേട്ടോ. പിന്നെ അമിതമായിട്ട് നമ്മൾ വെള്ളം ചെടിയിൽ കെട്ടി നിൽക്കാന്നുണ്ടെങ്കിൽ ഇതേപോലെ പേരക്കന്റെ പൂക്കൾ കൊഴിഞ്ഞു പോവുക. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധ ഇല്ലാതെ നമ്മൾ വളങ്ങൾ ചിലകളിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്ന വളങ്ങളുണ്ടല്ലോ, ഫോളിയർ ആപ്ലിക്കേഷൻ വഴി വളങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതും ഇതേപോലെ കൂടുതലാവുന്ന ടൈമിലൊക്കെ ഇതേപോലെ തണ്ട് ചീഞ്ഞിട്ട് ഈ നൈസായിട്ടുള്ള ഈ ഒരു തണ്ടാണ്. അപ്പൊ ഈ തണ്ട് ചീഞ്ഞിട്ടാണ് ഇവിടെ കറുപ്പ് നിങ്ങൾക്ക് കാണാം സൈഡ്. അതേപോലെ തന്നെ നമ്മളെ പോഷകങ്ങളെ കുറവ് വരുമ്പോഴും ഇതേപോലെ അപൂർവമായിട്ട് നമ്മളെ പൂക്കൾ കൊഴിഞ്ഞു പോകും കേട്ടോ. അത് ചില പ്രധാന മൂലം കാണുന്നുണ്ടെങ്കിലും മൈക്രോ ന്യൂട്രിയൻ്റ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ കുറവ് വരുന്ന ടൈമിലും ഇതേപോലെ, പ്രത്യേകിച്ച് നമ്മളെ പോട്ടിലും ഡ്രമ്മിലൊക്കെ കൃഷി ചെയ്യുമ്പോഴാണ് അങ്ങനെ വരികയാണ്. അയച്ചാൽ പോഷകങ്ങളെ കുറവ് വരുമ്പോൾ പൂക്കൾ ഇതേപോലെ കൊഴിഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഫംഗിസൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്യൂഡോമോണസോ അല്ലെങ്കിൽ സാഫോ അതൊക്കെ കറക്റ്റ് ഒരു ടൈം പീരീഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ കറക്റ്റ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ വളങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ മൈക്രോ ന്യൂട്രിയൻ്റ് ഇതൊക്കെ ചെടിക്ക് നമ്മൾ പോട്ടിലോ ഡ്രമ്മിലൊക്കെ വെച്ചതാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കീടനാശിനികൾ അയച്ചാൽ മൂഞ്ഞ മിലിമുട്ട ഇതിങ്ങനത്തെ ഒക്കെ കീടങ്ങൾ ആക്രമണം വരാതിരിക്കാൻ നമുക്ക് മുൻകരുതലായിട്ട് വേപ്പെണ്ണ മിശ്രിതമൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിലൂടെ യാതൊരുവിധ ദോഷവും ഇല്ല കേട്ടോ. കാരണം ചെടികൾക്ക് ഗുണം തന്നെയാണ്. കാരണം നമ്മളെ വേപ്പെണ്ണ മിശ്രിതം എന്ന് പറഞ്ഞാൽ അതിലും പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇപ്പോൾ കീടശല്യം ഉണ്ട് എന്നുണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ അത് കറക്റ്റ് ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ വെലിങ്ങനെ നമ്മളെ ചെടികളിലൊന്നും കീടശല്യങ്ങൾ വരൂല. അപ്പോൾ കീടശല്യങ്ങൾ വരാതിരിക്കുമ്പോൾ നമുക്ക് ഈ പൂവിടുന്നതൊക്കെ നമുക്ക് കറക്റ്റ് കായായി കിട്ടുന്നതുമാണ് കേട്ടോ.